अलङ्कारं ह्य ॐ सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ ശാന്തി ശാന്തി ശാന്തി. മതമേരായ എല്ലാ പ്രതിഭാസങ്ങൾക്കും ഇനി നമുക്ക് കാണാം. പഞ്ചമസ്കന്ധം 18-ാം അധ്യായം 16-ാമത്തെ ശ്ലോകമല്ലേ ഇനി എടുക്കണ്ടേ? അതെ സർ. കുറെ നാളായി തോന്നുന്നു, വിഷയങ്ങളൊക്കെ വിട്ടുപോയി കാണുമായിരിക്കും. 16-ാമത്തെ ശ്ലോകം. പഞ്ചമസ്കന്ധം അധ്യായം 18 ശ്ലോകം 16. അതീവ ഫുലളിതഗതി വിലാപ വിലപിത രുചിര ഭാഫലേശാവലോകലീലയാ കിഞ്ചിത് ഉത്തംഭിത സുന്ദര ഭ്രൂമണ്ഡല സുഭഗവദന അരവിന്ദ ശ്രീയാരമാം രമയന് ഇന്ദ്രിയാണി രമയതേ. കേതുമാല വർഷത്തില് ഭഗവൻ കാമദേവ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും ലക്ഷ്മിക്ക് ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ ലക്ഷ്മിയുടെയും ആ വർഷപതിക്കും പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രദ്യുമ്നൻ എന്ന പേരിൽ കാമദേവന്റെ സ്വരൂപത്തോടുകൂടി വസിക്കുന്നു. കേതുമാല വർഷത്തിന്റെ അധിപതി പ്രജാപതിയാണ്. ആ പ്രജാപതിക്കും സംവത്സരൻ എന്നൊരു പേരുണ്ട്. കാലവിശേഷത്തിന്റെ അധിഷ്ഠാന ദേവതയാണ്. സംവത്സരം കാലത്തിന്റെ പര്യായമാണ്. അതുകൊണ്ട് കാലത്തിന്റെ അധിഷ്ഠാന ദേവതയായ ഇദ്ദേഹത്തിന് 366 പുത്രന്മാർ. രാത്രികളൊക്കെ പുത്രിമാരും പകലൊക്കെ ദേവന്മാരുമാണ്. അല്ല, പകലൊക്കെ പുത്രന്മാരുമാണ്. ഇങ്ങനെ കാലചക്ര തേജസ് അവരുടെ ഗർഭങ്ങൾ സംവത്സരാവസാനത്തിൽ പ്രാണഹീനങ്ങളായിട്ട് പതിക്കുന്നു. എന്നിങ്ങനെ മഹാസ്തേജസ്സ ഉദ്വേജിത മനസാം വിധ്വസ്താഹ വ്യസവഃ സംവത്സരാന്തേ വിനിപതന്തി. സംവത്സരത്തിന്റെ അവസാനത്തിൽ സംവത്സരം തീരുമ്പോൾ രാപകലുകളാകുന്ന ഈ ഗർഭത്തിലകപ്പെട്ട ഇവർക്ക് പ്രാണഹീനങ്ങളായിട്ട് സംവത്സരത്തിന് അവസാനത്തെ താഴെ വീഴുന്നു. വീണ്ടും അവർ ഗർഭവതികളായി വീണ്ടും കാലങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പകല് എന്ന് പറയുന്നത് ഒരു ഗർഭമാണ്. അത് വികസിച്ച് സന്ധ്യ വരെ നിൽക്കുള്ളൂ, പിന്നെ പകല് പോകും. രാത്രി അങ്ങനെയാണ്. ഇങ്ങനെ രാപകലുകളാകുന്ന പുത്രിമാരും പുത്രന്മാരോടും കൂടി സംവത്സരൻ എന്ന പ്രജാപതി കേതുമാല വർഷത്തിൽ വസിക്കുന്നു. അദ്ദേഹത്തിന് പുത്രനായിട്ട് ഭഗവാൻ പ്രദ്യുമ്നായി അവതരിച്ചു എന്നുള്ള ഒരു കഥാംശമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചു വെച്ചത്. ഇനി നമുക്ക് ബാക്കിയിലേക്ക് പോകാം. അതീവ ഫുലളിതഗതി വിലാപ വിലസിത രുചിരഹാഫലേശ അവലോകലീലയ. അതീവ ഫുലളിതഗതി, ഏറ്റവും അധികം ലളിതമായ ഗതി, നടപ്പ്. അതീവ ഫുലളിതഗതി ആകുന്ന വിലാസം കൊണ്ട് വിലസിതമായ രുചിരമായ ഹാഫലേശത്തിന്റെ കൊണ്ട് അവലോകലീലയാ. പ്രദ്യുമ്നൻ സഞ്ചാരശീലനാണ്, പുലളിത ഗതിയുള്ളവനാണ്. അതുകൊണ്ട് പോകുന്ന വഴിക്കെല്ലാം അദ്ദേഹത്തിന് വിലസിത രുചിര ഹാഫലേശം, ഏറ്റവും അധികം പുഞ്ചിരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആ മന്ദഹാസത്തോടൊപ്പം പുരികക്കുടികൾ ഇളക്കി കിഞ്ചിത് ഉത്തംഭിത ഭ്രൂമണ്ഡല സുഭഗ
പുരികക്കൊടികൾ അല്പം ഇളക്കിക്കൊണ്ട് രുചിരമായ ഹാഫലേശത്തിന്റെ അവലോകലീല മനോഹരമായ പുഞ്ചിരിയുടെ ലേശം കൊണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ഹാഫത്തിന്റെ ലേശം കൊണ്ട് നോക്കുന്ന ഒരു ലീല, കടക്കണ്ണ് കൊണ്ട് നോക്കുന്ന ലീലയാൽ കിഞ്ചിത് ഉത്തംഭിത സുന്ദര ഭ്രൂമണ്ഡല സുഭഗോ അല്പമുയർന്ന പുരികക്കൊടികളോടുകൂടി സുഭകനായ പതനാരവിന്ദശ്രീയ മുഖശോഭയോടുകൂടിയ രമാം രമയൻ ശ്രീദേവിയെ ലക്ഷ്മീദേവിയെ രമിപ്പിച്ചുകൊണ്ട് ആനന്ദിപ്പിക്കുന്നവനായിട്ട് ഇന്ദ്രിയങ്ങളെ രമയത്തെ രമിപ്പിച്ചു, ആനന്ദിപ്പിച്ചു. ലക്ഷ്മി ദേവിയെ രമിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വന്തം ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിച്ചുകൊണ്ട് പ്രദ്യുമ്നൻ കേതുമാലത്തിൽ പ്രജാപതിയാൽ സേവിക്കപ്പെട്ടുകൊണ്ട് അവിടുത്തെ ദേവതയായി വാണു എന്നർത്ഥം. അതീവ ഫുലലിതഗതി വിലാസ വിലസിത രുചിര ഹാസലേശാവലോകലീലയാം കിഞ്ചിതുത്തംഭിത സുന്ദര ഭ്രൂമണ്ഡല സുഭഗ വദനാരവിന്ദ ശ്രീയാരമാം രമയന്നിന്ദ്രിയാണി രമയതേ. അതീവ ഫുലലിത ഗതി വിലാസ വിലസിത രുചിര ഹാഫ ലേശ അവലോക ലീലയാ കിഞ്ചിത് ഉത്തംഭിത സുന്ദര ഭ്രൂമണ്ഡല സുഭഗ വദനാരവിന്ദശ്രിയ രമാം രമയൻ ഇന്ദ്രിയാണി രമയതേ. അതീവ ഫുലലിതഗതി വിലാസ വിലസിത രുചിരഹാഫലേശാവലോകലീലയാ കിഞ്ചിതുത്തംഭിത സുന്ദര ഭ്രൂമണ്ഡല സുഭഗ വദനാരവിന്ദശ്രിയ രമാം രമയൻ ഇന്ദ്രിയാണി രമയതേ. തദ്ഭഗവതോ മായാമയം രൂപം പരമസമാധിയോഗേന രമാദേവീ സംവത്സരസ്യരാത്രിഷു പ്രജാപതേ ദുഹിതുഭിഃ ഉപേതാഹ സൂച തദ്ഭർതൃഭിഃ ഉപാസ്തേ ഇദം ചോദാഹരതി. അത് ഭഗവതോ മായാമയം രൂപം, തദ്രൂപം, ആ രൂപം പ്രദ്യുമ്നൻ എന്ന ഇപ്പോൾ വർണ്ണിച്ച സുന്ദരമായ മുഖത്തോടുകൂടിയ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിമദ്ഭാവമായ ഭഗവാന്റെ ഈ മായാമയമായ രൂപം, ഇതൊന്നും ഭഗവാന്റെ സ്വരൂപങ്ങളല്ല, മായ കൊണ്ട് ഓരോ രൂപം മാറി മാറി എടുക്കുന്നതാണ്. മായാമയമായ ഈ രൂപത്തെ ഭഗവതോ മായാമയം രൂപം പരമസമാധിയോഗേന, ഏറ്റവും വലിയ സമാധിയോഗം കൊണ്ട് രമാദേവി ലക്ഷ്മി ഭഗവതി സംവത്സരസ്യ രാത്രിഷു പ്രജാപതേഃ ദുഹിതുർഭിഃ ഉപേത അഹഫുച. സംവത്സരത്തിന്റെ രാത്രിഷു പ്രജാപതേഃ, സംവത്സരൻ എന്ന പേരായ പ്രജാപതിയുടെ രാത്രിഷു ദുഹിതൃഭിഃ ഉപേത അഹഫുച തത്. ആ പ്രജാപതി എന്ന സംവത്സരന്റെ പുത്രിമാരോടും രാത്രികളാകുന്ന പുത്രിമാരോടും അഹഫൂജ പകൽ സമയങ്ങളിൽ തദ്ഭർതൃഭിഃ ആ വർഷപതികളോടുകൂടി ഉപാസ്തേ ഉപാസിക്കുന്നു, സേവിക്കുന്നു. ഇതം ഉദാഹരിച്ച ഇങ്ങനെ പറയുകയും. കേതുമാല പർവ്വതത്തിൽ പ്രജാപതി തന്റെ പുത്രിമാരോടും പുത്രന്മാരോടും കൂടി ചേർന്നിരുന്ന് ഈ പ്രദ്യുമ്നൻ എന്ന ഭഗവത് സ്വരൂപത്തെ ഉപാസന ചെയ്തുകൊണ്ട് അവിടെ വസിക്കുന്നു ഇപ്പോഴും എന്നർത്ഥം. ഒരിക്കലും വിട്ടുപോവില്ല. കേതുമാല പർവ്വതത്തിലെ ദേവൻ വിഷ്ണുവിന്റെ അവതാരമായ പ്രദ്യുമ്നനാണ്. ആ സ്വരൂപത്തെ പരമമായ സമാധിയോഗം കൊണ്ട്
പുത്രിമാരോടും പുത്രന്മാരോടും കൂടി രാവകലോട് കൂടി ആ വർഷപതികളോട് കൂടി ഉപാസിച്ചു. ഇങ്ങനെ പറയുകയും ചെയ്തു. തത് ഭഗവതോ മായാമയം രൂപം പരമസമാധിയോഗേന രമാദേവി സംവത്സരസ്യരാത്രിഷു പ്രജാപതേ ദുഹിതഭിരുപേതാഹസ്സു ച തത് ഭർതൃഭിരുപാസ്തേ ഇദം ചോദാഹരതി. തത് ഭഗവതോ മായാമയം രൂപം പരമസമാധിയോഗേന രമാദേവി സംവത്സരസ്യ രാത്രിഷു പ്രജാപതേഃ ദുഹിതൃഭിഃ ഉപേതാഹസ്സു ച തത് ഭർതൃഭിഃ ഭർതൃഭിരുപാസ്തേ ഇദം ച ഉദാഹരന്തി. ഇങ്ങനെ ഉദാഹരിച്ചു പറയുകയും ചെയ്യുന്നു. തത് ഭഗവതോ മായാമയം രൂപം പരമസമാധിയോഗേന രമാദേവി സംവത്സരസ്യരാത്രിഷു പ്രജാപതേ ദുഹിതൃഭിരു ഉപേതാഹസ്സു ച തത് ഭർതൃഭിഃ ഉപാസ്തേ ഇദം ചോദാഹരതി. തത് ഭഗവതോ മായാമയം രൂപം പരമസമാധിയോഗേന രമാദേവി സംവത്സരസ്യരാത്രിഷു പ്രജാപതേ ദുഹിതൃഭിരു ഉപേതാഹസ്സു ച തത് ഭർതൃഭിരുപാസ്തേ ഇദം ചോദാഹരതി. എന്താണ് അവിടെ ഉദാഹരണമായി പറഞ്ഞത് എന്നാണെങ്കിൽ, ആ പ്രജാപതി മന്ത്രം ചൊല്ലിയാണ് ഈ പത്മിനെ ഉപാസിച്ചത്. ആ മന്ത്രം എന്താണെന്ന് താഴെ പറയാൻ പോവാണ്. ഓം ഹ്രാം ഹ്രീം ഹ്രൂം ഓം നമോ ഭഗവതേ ഋഷികേശായ സർവഗുണവിശേഷേ വിലക്ഷിതാത്മനെ ആഗോദീനാം ചിത്തീനാം ചേതസാം വിശേഷാണാം ചാധിപതേ ഷോഡശകലായ ഛന്ദോമയായ അന്നമയായ അമൃതമയായ സർവമയായ സഹസേ ഓജസേ ബലായ കാന്തായ കാമായ നമസ്തേ ഉഭയത്ര ഭൂയാത്. പ്രദ്യുമ്നെ സ്തുതിക്കുന്ന മന്ത്രം പ്രജാപതി ചൊല്ലിയത് പറയാണ്. ഓങ്കാരത്തോടു കൂടിയാണ് മന്ത്രം വേണ്ടത്. പിന്നെ മന്ത്രത്തിന് വേണ്ടത് ബീജശക്തിയാണ്. ആ മന്ത്രം എവിടെ നിന്നുണ്ടായോ ആ ഉണ്ടാകുന്നതിന് ബീജശക്തി സ്മരിച്ചിട്ട് വേണം. ഇവിടെ പ്രദ്യുമ്ന മന്ത്രത്തിന്റെ ബീജങ്ങൾ ഹ്രാം ഹ്രീം റൂം എന്ന് 3 അക്ഷരങ്ങൾ. പല മന്ത്രങ്ങൾക്കും അക്ഷരങ്ങൾ ബീജശക്തിയെ ചേർത്ത് ഉപയോഗിക്കും. ഗണപതിക്ക് ഗം ഗണപതേ നമ എന്ന ഗം എന്നുള്ളത് ബീജാക്ഷരമാണ്. സരസ്വതിക്ക് സം സരസ്വത്യേ നമ എന്നുള്ള സം ബീജാക്ഷരമാണ്. അപ്പൊ ഇങ്ങനെ പല ദേവതകൾക്കും ഓരോരോ അക്ഷരങ്ങൾ അതിന്റെ ബീജശക്തിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മന്ത്രം പറയേണ്ടത്. അപ്പോഴേ മന്ത്രമാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് വെറും നാമങ്ങളുടെ ഉച്ചാരണം മാത്രമാകും. അവയെ മന്ത്രമാക്കണമെങ്കിൽ മന്ത്രശക്തിയുടെ പ്രേരകമായ ദ്യോതകമായ ഈ ശക്തി കൂടെ ചേരുക തന്നെ ചെയ്യും. ഒന്നാണ് ഓം ഹ്രാം ഹ്രീം ഓം. ഓം നമോ ഭഗവതേ ഹൃഷീകേശായ. ഹൃഷീകേശനായ ഭഗവാനായിക്കൊണ്ട്. ഹൃഷീകേശൻ ഇന്ദ്രിയങ്ങളുടെ ഈശൻ. ഹൃഷീകം എന്ന ഇന്ദ്രിയം. ഹൃഷീകസ്യ ഈശഃ ഹൃഷീകേശ. ഇന്ദ്രിയത്തിന്റെ ഈശനാണ്, നിയന്താവാണ്, അധിപതിയാണ്. അതുകൊണ്ട് ഭഗവാനെ ഹൃഷീകേശൻ എന്ന് വിളിക്കും. ഋഷികേശനല്ല. ഇപ്പൊ അത് ഉച്ചാരണം അറിയാത്തതുകൊണ്ടും അക്ഷരം അറിയാത്തതുകൊണ്ടും ഋഷികേശൻ എന്നൊക്കെ എഴുതുകയും വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊരാളുടെ പേരല്ല, അതൊരു സ്ഥലത്തിന്റെ പേരാണ്. ഋഷികളുടെ ആവാസസ്ഥാനമാണ് ഋഷികേശം. ഇവിടെ ഇതല്ല, ഋഷീകങ്ങളുടെ ഈശനാണ്. ഇന്ദ്രിയങ്ങളുടെ നിയന്താവായ ഭഗവതേ ഹൃഷീകേശായ സർവഗുണവിശേഷൈഹി. എല്ലാ ഗുണവിശേഷങ്ങളാലും വിലക്ഷിതാത്മനെ, വിലക്ഷിതമായ ആത്മാവോടുകൂടിയവനാണ്. സകല ഗുണവിശേഷങ്ങളും അങ്ങയിലുണ്ട്.
സർവഗുണവിശേഷൈ. അങ്ങനെ ആണെങ്കിൽ പോലും വിലക്ഷിതാത്മനെ, വിലക്ഷിതമായ വേർപെട്ടിരിക്കുന്ന ആത്മസ്വരൂപത്തോടു കൂടിയവനായിട്ട് ഭഗവതേ ഹൃഷീകേശായാം സർവഗുണവിശേഷേ വിലക്ഷിതാത്മനെ ആകൂതീനാം ചിത്തീനാം ചേതസാം. ആകൂതികളുടെയും ചിത്തികളുടെയും ചേതസ്സുകളുടെയും വിശേഷാണാം ച അധിപതേ, വിശേഷിച്ച് അധിപതിക്കായിക്കൊണ്ട് ഷോഡശകലായ 16 കലകളുള്ള അധിപതിയായ അങ്ങേക്കായിക്കൊണ്ട് ഛന്ദോമയായ അന്നമയായ അമൃതമയായ, ഛന്ദോമയായ അന്നമയായ അമൃതമയായ, ഇതൊക്കെ യായും ആയും ഒക്കെ കൂടി വീണ്ടും വീണ്ടും ഒത്തിരി വരും. നിങ്ങൾക്ക് അഹപ്പാടൊക്കെ നഷ്ടമാവാതിരിക്കാനാണ് പദം വെച്ച് പറയുന്നത്. ഷോഡശകലായ ഛന്ദോമയായ അന്നമയായ അമൃതമയായ, ഷോഡശകലയോട് കൂടിയവനാണ് അങ്ങ്. 16 കലകൾ അങ്ങേക്കുണ്ട്. അതുകൊണ്ടാണ് ചന്ദ്രകലകളോട് സാദൃശ്യപ്പെടുത്തി പറയാൻ കാരണം. ഇനിയും വിശേഷാണാം ച അധിപതയെ, 3 അധിപതിയാണ്. ആകൂതികളുടെയും ചിത്തികളുടെയും ചേതസിന്റെയും അധിപതിയാണ് അങ്ങ്. ആകൂതികൾ എല്ലാവിധ കർമ്മങ്ങളുമാണ്. സമസ്ത കർമ്മങ്ങളും ആകൂതി എന്ന വാക്കിൽ അന്തർഭവിക്കും. ചിത്തി എന്ന് പറഞ്ഞാൽ ചിത്ത് രൂപം, ജ്ഞാനം എന്നർത്ഥം. അതുകൊണ്ട് ചിത്തീനാം എന്ന് വെച്ചാൽ ജ്ഞാനങ്ങളുടെ. ആകൂതീനാം ചിത്തീനാം ചേതസാം ച, അന്ധക്കരണ വൃത്തികൾക്ക്. ചേതസ് മനസ്സാണ് അന്ധക്കരണത്തിന് വൃത്തികളിൽ ഒന്നാണ്. ആകൂതീനാം ചിത്തീനാം ചേതസാം വിശേഷാണാം ച അധിപതയെ, ഇതിനേക്കാൾ ഉപരി വിശിഷ്ടമായ ഇതിൻ്റെയൊക്കെ അധിപതിയായിരിക്കുന്നവനായ അങ്ങ് ഷോഡശകലായ 16 കലകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഛന്ദോമയായ വേദമയമായ അന്നമയമായ അമൃതമയനുമായ സഹസേ വഹിക്കുന്നു. ഓജസേ ബലായ കാന്ത്യ കഠോരായ നമസ്തേ. ആകൂതികളുടെയും ചിത്തികളുടെയും ചേതസിന്റെയും വിശേഷിച്ച് അവയുടെ അധിപതിയുമായ 16 കലകളുടെ ഉടമസ്ഥനായ വേദമയനായ ഛന്ദോമയായ വേദമയനായ അന്നമയനായ അമൃതമയനായ സർവമയായ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനായി പഹഫേ ഓജഫേ ബലായ കാന്തായ കാമായ നമസ്തേ. ഫഹഫേ അന്ധകരണത്തിന്റെ ബലം, ഫഹഫേ ഓജഫേ ഇന്ദ്രിയങ്ങളുടെ ബലം, ഫഹഫേ ഓജഫേ ബലായ ശരീരത്തിന് സമ്പൂർണ്ണ ബലം, കാന്തായ സുന്ദരമായ കാന്തമായ മനോഹരമായ, കാമായ കാമത്തിനോട് കൂടിയവനായ കാമദേവന്റെ പുത്രനാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്തേ, നമസ്കരിക്കുന്നു. ഉഭയത്ര ഭൂയ നമസ്തേ. രണ്ടിടത്തും ഭവിക്കുന്ന, അകത്തും പുറത്തും ഭവിക്കുന്ന. കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ ഉള്ളിൽ ഭവിക്കും, കണ്ണൂർ നോക്കുമ്പോൾ മുമ്പിൽ വിഗ്രഹത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഉഭയത്ര 2 വിധത്തിലും നമസ്തേ ഭൂയാത്, നമസ്കാരം ഉണ്ടാവട്ടെ, ഭവിക്കട്ടെ എന്ന് ആണ് കാമദേവന്റെ പുത്രനായ പ്രദ്യുമ്നെ സ്തുതിക്കുന്നത്. പ്രദ്യുമ്നെ സ്തുതിക്കാൻ ഒരു മന്ത്രം ഉണ്ടാക്കി സ്തുതിക്കുകയാണ്.
ആ പ്രദ്യുമ്നനായ അങ്ങയുടെ യോഗ്യതകൾ, അങ്ങ് ഹൃഷീകേശനാണ്, ഇന്ദ്രിയങ്ങളിലെ നിയന്താവാണ്, സർവഗുണവിശേഷത്തോടു കൂടിയവനാണെങ്കിലും വിലക്ഷിത ആത്മസ്വരൂപനാണ്, ആഹൂതികളുടെയും ചിത്തികളുടെയും ചേതസ്സുകളുടെയും വിശേഷിച്ച അധിപതിയായ അങ്ങയ്ക്ക് ഷോഡശകരനായ, ചന്തുമയനായ, അന്നമയനായ, അമൃതമയനായ, സർവമയനായ സഹസേ ഓജസേ ആത്മബലത്തിനും ഇന്ദ്രിയബലത്തിനുമായി കാന്തായ കാമായ, കാന്തനും കാമനുമായ അങ്ങയ്ക്ക് ഉഭയത്ര നമസ്തേ. അകത്തും പുറത്തും നമസ്കാരം. എന്റെ ഉള്ളിൽ അങ്ങുണ്ട്, പക്ഷെ എപ്പോഴും ഇല്ല, ഇടയ്ക്ക്. ഉള്ളപ്പോഴൊക്കെ ഞാൻ അങ്ങനെ നമസ്കരിക്കാം. അല്ലാത്തപ്പോൾ അങ്ങനത്തെ പുറത്താണ്. ക്ഷേത്രങ്ങളില്, വിഗ്രഹങ്ങളില്, കൊടിമരത്തിൽ, ആറാട്ടിന്, പള്ളിവേട്ടയ്ക്ക് ഇഷ്ടംപോലെ ചടങ്ങുകളുണ്ട്. അങ്ങനെ രണ്ട് വിധത്തിൽ പകലും രാത്രിയും എന്നെ ഉപാസിച്ചുകൊണ്ട്, എന്റെ ബലത്തിന് ആഗ്രഹിച്ചുകൊണ്ട്, എന്റെ കാമത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ 7 ദിവസം അങ്ങ് ഇവിടെ അധിവസിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ആനന്ദകരമാണെന്ന് പ്രജാപതി, സംവത്സരൻ എന്ന് വരുന്ന പ്രജാപതി, കാമദേവപുത്രനായ പത്തിനെ സ്തുതിക്കുന്നു. ഓം ഹ്രാം ഹ്രീം ഹ്രൂം ഓം നമോ ഭഗവതേ ഹൃഷീകേശായ സർവഗുണവിശേഷേ വിലക്ഷിതാത്മനെ ആഹൂതീനാം ചിത്തീനാം ചേതസാം വിശേഷാണാം ചാധിപതേ ഷോഡശകലായ, ഛന്ദോമയായ, അന്നമയായ, അമൃതമയായ, സർവമയായ സഹസേ ഓജസേ ബലായ കാന്തായ കാമായ നമസ്തേ ഉഭയത്ര ഭൂയാത്. ഓം ഹ്രാം ഹ്രീം ഹ്രൂം ഓം നമോ ഭഗവതേ ഹൃഷീകേശായ സർവഗുണ വിശേഷേർ വിലക്ഷിതാത്മനെ ആഹൂതീനാം ചിത്തീനാം ചേതസാം വിശേഷാണാം ചാധിപതേ ഷോഡശകലായ, ഛന്ദോമയായ, അന്നമയായ, അമൃതമയായ, സർവമയായ സഹസേ ഓജസേ ബലായ കാന്തായ കാമായ നമസ്തേ ഉഭയത്ര ഭൂയാത്. അങ്ങനെ പദ്യന്നൻ എന്റെ ഉള്ളിലും പുറത്തും എപ്പോഴും മകനെ ശോഭിക്കണമേ എന്ന് ഒരു പ്രാർത്ഥനയാണ് കൊടുക്കാം. ശ്രിയോവൃതൈസ്ത്വാ ഹൃഷീകേശ്വരം സ്വതോ ഹ്യാരാധ്യലോകേ പതിമാശഫാതേന്യം താസം നദേവൈ പരിപന്ത്യപത്യം പ്രിയം ധനായൂംഷിയതോ സ്വതന്ത്രാഹം. സ്ത്രീകൾ വ്രതൈഹി വ്രതങ്ങളാൽ, ത്വാ അങ്ങേ, ഹൃഷീകേശ്വരം ത്വാ ഹൃഷീകേശ്വരനായ അങ്ങേ, സ്വതോഹി ആരാധ്യ സ്വതമായി തന്നെ ആരാധിച്ചിട്ട് ലോകേ പതിം ആശാസ്തി ലോകത്തിൽ പതിയെ ആഗ്രഹിക്കുന്നു. അന്യെന്ന മറ്റൊന്നും വേണ്ട. താസന്നതേ വൈ പതിപന്തി അപത്യം. താസാം അവർക്ക് പരിപാന്തി അപത്യം സന്താനത്തെ രക്ഷിക്കുന്നു. പരിപാന്തി രക്ഷിക്കുന്നു, അപത്യം സന്താനം. പരിപന്ത്യപത്യം സന്താനത്തെ രക്ഷിക്കുന്നു മാത്രമല്ല, പ്രിയം ഇഷ്ടപ്പെട്ട ധന ആയുംഷി ധനവും ആയുസ് താസാം നതേ വൈ പരിപാന്തി അപത്യം പ്രിയം ദാന
ആയുഷി യതോ അസ്വതന്ത്ര യാതൊന്നുകൊണ്ടാണ് അസ്വതന്ത്രാഹ സ്വതന്ത്രന്മാരല്ല അസ്വതന്ത്രന്മാരാണ്. സ്ത്രീയ അസ്വതന്ത്ര സ്ത്രീകൾ സ്വതന്ത്രരല്ല. ഏറ്റവും മനസ്സിൽ വിവാദം ഉണ്ടാക്കിയ ഒരു ശ്ലോകത്തിന്റെ ഒരു ഭാഗമാണ് സ്ത്രീ സ്വാതന്ത്ര്യമർഹസി എന്നൊക്കെ പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ സ്ത്രീകൾ അസ്വതന്ത്രരാണ് എന്ന് പറയാൻ കാരണം ആ സ്ത്രീകൾ യൗവനയുക്തരാകുമ്പോൾ മുതൽ നല്ല പതി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാവിധ കർമ്മങ്ങളും ചെയ്യുന്നത്. ഓരോ കർമ്മത്തിനും അവർക്ക് ഫലമുണ്ട്. എന്താണ്? സത്പതി, നല്ലൊരു പതിയായിരിക്കും. അപ്പം അവരുടെ കർമ്മം വാസ്തവത്തിൽ നിഷ്കാമ കർമ്മം എന്ന് പറയാൻ പറ്റില്ല. അവരുടെ കർമ്മങ്ങൾ സകാമങ്ങളാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പതികൾ ദൈവമാണ്. ഈശ്വരനെ പോലെ ഭർത്താവിനെ കാണണം, അതിൻ്റെ അപ്പുറത്ത് പിന്നൊന്നുമില്ല. ആ ഒരു സങ്കല്പം ലോകത്തിൽ നിലനിന്നിരുന്നുകൊണ്ട് സ്വതോഹി ആരാധ്യരോഗേ പതിം ആശസത്തെ, ലോകത്തിൽ പതിയെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഭാര്യയെ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അന്യം മറ്റൊന്നുമില്ല. താസാം അവൾമാർക്ക് നല്ല ഭർത്താവിനെയും നല്ല സന്താനങ്ങളെയും അങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങയുടെ പ്രേരണ കൊണ്ട് ഉണ്ടാകും. അവർക്ക് പ്രിയപ്പെട്ട ധനവും ആയുസ്സും ഒക്കെ ധാരാളം ഉണ്ടാകുന്നു. പക്ഷെ അവർ അസ്വതന്ത്രരാണ്. ഇതൊക്കെ അവരെ ബന്ധിപ്പിക്കലാണ് ചെയ്യുക. ഭർത്താവ് ബന്ധനമാണ്, ഭാര്യ ബന്ധനമാണ്, മക്കൾ ബന്ധനമാണ്, ധനം ബന്ധനമാണ്. ഇതെല്ലാം അവരെ ബന്ധനത്തിലേക്ക് ബന്ധിച്ചു കിടക്കുന്നവർ സ്വതന്ത്രർ അല്ല. ബന്ധത്തിൽ നിന്നും അഴിച്ചു വിടുമ്പോഴാണ് സ്വതന്ത്രത. സ്വസ്മിൻ തന്ത്രേ തിഷ്ഠതീതി സ്വതന്ത്രത. തന്റെ തന്നെ തന്ത്രത്തിൽ നിൽക്കാൻ പറ്റുന്നതാണ് സ്വതന്ത്രത. തന്ത്രം എന്നാൽ അധീനത എന്നർത്ഥം. സ്വന്തം അധീനതയിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണ് സ്വതന്ത്രത. ആ സ്വതന്ത്രയിൽ നിന്നുമാണ് സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉണ്ടാകും. എന്തും ചെയ്യാനുള്ള ഒരധികാരമല്ല സ്വാതന്ത്ര്യം. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന എന്തും ചെയ്യാൻ പറ്റുക, ദുഷ്പ്രവൃത്തിയും സത്പ്രവൃത്തിയും എന്തും ചെയ്യാൻ പറ്റുന്നതിന്റെ പേര് സ്വാതന്ത്ര്യം എന്നല്ല, ആണ് എന്ന് ഇന്ന് ധരിച്ചു വശായിട്ടുണ്ട്. അവിടെയാണ് ഭാഗവതം സ്വാതന്ത്ര്യം എന്നുള്ളത് സ്ത്രീകൾക്ക് ലഭിക്കാതെ പോകുന്നത്. സ്ത്രീകളുടെ പ്രാർത്ഥന ഒരു നല്ല ഭർത്താവിനും സന്താനത്തിനും സമ്പത്തിനും വേണ്ടി മാത്രമാണ്. ഇത് കിട്ടുന്തോറും ഇവർ ബന്ധിതരാണ്. ഭാര്യയെ കിട്ടിയാലോ ഭർത്താവിനെ കിട്ടിയാലോ ബന്ധനമാണ്. മക്കളെ കിട്ടിയാൽ അതിലേറെ ബന്ധനമാണ്. സമ്പത്തുണ്ടായാൽ അതിലും ബന്ധനമാണ്. അപ്പൊ വാസ്തവത്തിൽ ഇവർ നല്ല ഭർത്താവിനെ വേണം, നല്ല സന്താനത്തെ വേണം എന്ന് ആഗ്രഹിച്ച വ്രതങ്ങൾ അനുഷ്ഠിച്ചാലും അസ്വതന്ത്രത. വ്രതൈഹി ഹൃഷീകേശ്വരം ത്വാ, വ്രതങ്ങളെ കൊണ്ട് ഹൃഷീകേശനായ അങ്ങേ സ്വതോഹി ആരാധ്യ, സ്വന്തമായി തന്നെ ആരാധിച്ചിട്ട് ലോകത്തിൽ പതിം ആശാസത്തെ, പതിയെ പ്രാർത്ഥിക്കുന്നു, കിട്ടുന്നു. അത് ബന്ധനമാണ്. എവിടെയാണ് സ്വാതന്ത്ര്യം? അതേ സമയത്ത് വരെ ഭഗവാനെയാണ് പതിയായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈശ്വരൻ ഞങ്ങളുടെ പതിയാവണം. പതി എന്ന് വെച്ചാൽ രക്ഷിതാവ് എന്നുള്ളൂ.
ഈശ്വരനാണ് പതി, ആണ് ഞങ്ങൾക്ക് പതി. അതുകൊണ്ട് ഞങ്ങൾക്ക് പതി ദേവതയായ ഞങ്ങൾക്ക്, പതിവ്രതകളായ ഞങ്ങൾക്ക് ഈശ്വരനാണ് എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നില്ല. അതുണ്ടായാൽ സ്വതന്ത്രരാകും, അതില്ലെങ്കിൽ അസ്വതന്ത്രരാകും. യതഹ യാതൊന്നിൽ നിന്നാണ് പ്രിയം ധന ആയുംഷി, ഇഷ്ടപ്പെട്ട ധനം, ആയുഫ്, ഇതൊക്കെ ഉണ്ടാകുന്നത് അവർ എന്തുകൊണ്ടാണ്? ഇതൊന്നും അവരെ രക്ഷിക്കില്ല. അസ്വതന്ത്രാഹ, സ്വതന്ത്രന്മാരല്ല എന്നുള്ളത് കൊണ്ട്. ഗീതയും ഭാഗവതവും ഒക്കെ പലയിടത്തും സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഒരു പതിത്വമുണ്ട്, ഒരു കുറവുണ്ട്, ന്യൂനതയുണ്ട് എന്ന് പലപ്പോഴും പറയുമ്പോൾ സ്ത്രീ പുരുഷന്മാർ സമാനരാണ് എന്ന് വാദിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് സ്ത്രീകളുടെ കുറവ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ ചോദിച്ചു വിലപിക്കുമ്പോൾ ഭാഗവതം നൽകുന്ന ഏറ്റവും വലിയ മറുപടിയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമാണ് സ്ഥാനം, പക്ഷേ സ്ത്രീകൾ അസ്വതന്ത്രരാണ്. അതുകൊണ്ട് അവരെ കൂടുതൽ കരുതണം. എങ്ങനെയാണ്? യൗവനകാലത്ത് അവരെ പിതാവ് രക്ഷിക്കണം, കുട്ടിക്കാലത്ത് പിതാവ് രക്ഷിക്കണം, യൗവനകാലത്ത് ഭർത്താവ് രക്ഷിക്കണം, വാർദ്ധക്യകാലത്ത് അവര് പുത്രന്മാരാൽ രക്ഷിക്കപ്പെടേണ്ടവരാണ്. അസ്വതന്ത്രത ഉള്ളത് കൊണ്ടാണ് അവർക്ക് രക്ഷ വേണ്ടത്. ഈ ലോകത്ത് സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം, ഒരിക്കലും അവർക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാവരുത്. അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നതാണ് അസ്വാതന്ത്ര്യം. അതുകൊണ്ട് സ്വതന്ത്രരായി തന്നെ ജീവിക്കാൻ പറ്റണം സ്ത്രീകൾക്ക് എന്ന് വാദിക്കുന്നതാണ് ഭാരതീയ ഋഷിമാരുടെ തത്വശാസ്ത്രം. എന്തും ചെയ്യാനുള്ള അധികാരം അല്ല സ്വാതന്ത്ര്യം. തോന്നിവാസം നടക്കാനും ചെയ്യാനുമുള്ള ഒരു പെർമിഷൻ അല്ല സ്വാതന്ത്ര്യം എന്ന് ഋഷി അന്നേ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ ഒരു കുറവ് സ്ത്രീകൾക്കുണ്ട്. കാരണം എന്താണ്? ഒരു നല്ല ഭർത്താവിനെയും പുത്രനെയും ധനവും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധാരാളമായി എന്ന് വിചാരിക്കുന്നത് അസ്വതന്ത്രതയാണ്, കുറവാണ്. അതുകൊണ്ട് അവർക്ക് ഈ ചിന്തയിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ടെന്ന് ഉത്കൃഷ്ടമായ അവസ്ഥയിൽ എത്തിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിലാണ് ഭാഗവതം ഈ സ്ത്രീകളുടെ സ്വതന്ത്ര അവസ്ഥയെക്കുറിച്ച്, അവരുടെ അസ്വതന്ത്രതകളെ കുറിച്ച്, അന്യപുരുഷനെ ഭർത്താവായിട്ട് ലഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെയും പാർവതി ഭഗവതിയെയും എല്ലാ ദിവസവും പോയി തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല ഭർത്താവിനെ കിട്ടണം എന്നാണ്. അത് വേറൊരാളാണ്, അങ്ങല്ല, അങ്ങേ വേണമെന്നല്ല ഇവരാഗ്രഹിക്കുക. അതാണ് അവർക്ക് പറ്റിയ ഒരു കുറവ് അല്ലെങ്കിൽ പോരായ്മ. അന്യപുരുഷനെ ഭർത്താവായിട്ട് വേണം എന്നാഗ്രഹിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ വാസ്തവത്തിൽ മൂഢകളാണ്. ഭർത്താക്കന്മാർ ആ സ്ത്രീകളിലെ പ്രിയത്തിന് ആസ്പദമായ സമ്പത്തോ ധനമോ ആയുസോ ഒന്നും രക്ഷിക്കാൻ സമർത്ഥരല്ല. രക്ഷിക്കാൻ അങ്ങേക്കല്ലേ അല്ലേ കഴിയൂ? ഈ പതിക്ക് പറ്റുമോ? ഇല്ല. ഭർത്താവ് ഉണ്ടെന്ന് വിചാരിച്ച സ്ത്രീകൾ എന്താണ് അപകടം വരാതിരിക്കുമോ? ഇല്ല. മരിക്കാതിരിക്കുമോ? ഇല്ല. അതുകൊണ്ട് രക്ഷിക്കാനുള്ള സാമർഥ്യം അവർക്കില്ല. അവർ തന്നെ കാലകർമ്മ ഗുണത്തിന് അധീനരാണ്. അവരെ തന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്നാണ് അവരുടെ വിചാരം. പിന്നെങ്ങനെയാണ് മറ്റൊരാളെ രക്ഷിക്കുക? അതുകൊണ്ട് തന്നെ അസ്വതന്ത്രരാണ്. അതുകൊണ്ട് പാമ്പിന്റെ വായിൽ നിന്നും ഭക്ഷണം അന്വേഷിക്കുന്ന തവളയെ പോലെയാണ്. രാമായണത്തിലെ ഉദാഹരണം വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയെ ഭജിച്ചിട്ട്
അന്യനെ പാലകനായി ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ ഭജിക്കുന്നു, പക്ഷെ അങ്ങ് വേണ്ട ഭർത്താവായിട്ട്, അങ്ങ് രക്ഷിതാവേണ്ട രക്ഷിതാവായിട്ട് വേറൊരാളെ എനിക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു അനൗചിത്യം ഈ പ്രാർത്ഥനയിലുണ്ട്. അതുകൊണ്ട് അന്തര്യാമിയായിരിക്കുന്ന ഭർത്തൃത്വേന വരിക്കുന്നവർ തന്നെ ബുദ്ധിശാലികളാണ്. കാലഗുണകർമാദികളെ നിയമിക്കുന്ന ഈശ്വരനെയാണ് മാത്രമേ ഭർത്താവായിട്ട് ലഭിക്കാൻ ആഗ്രഹിക്കേണ്ടു എന്ന് സ്ത്രീയോ സ്വാഹൃഷീയേശ്വരം ഫതോ ഹ്യാരാധ്യലോകേ പതിമാശഫതിന്യം താഫം നതേ വൈ പരിപന്ത്യപത്യം പ്രിയം ധനായൂംഷിയതോ സ്വതന്ത്രാഹം. പ്രിയോ ഹൃദയസ്ത്വാഹൃഷീയേശ്വരം ഫതോ ഹ്യാരാധ്യലോകേ പതിമാശഫതേന്യം താഫം നതേ വൈ പരിപന്ത്യപത്യം പ്രിയം ധനായൂംഷിയതോ സ്വതന്ത്രാഹം. അതുകൊണ്ട് അങ്ങേ തന്നെ വേണം പതിയായിട്ട് പ്രാർത്ഥിക്കാൻ എന്ന് ഈ പ്രജാപതി നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഫവൈ പതിഫ്യാതകുതോ ഭയഫയം ഫമന്തതപ്പാതി ഭയാതുരം ജനം ഫയേകേവേതരഥാമിഥോ ഭയം നൈവാത്മലാഭാദധിമന്യതേ പരം. ഫവൈ പതിഫ്യാത്, അവൻ തന്നെയാണ് പതിയാവേണ്ടത്. പതി എന്ന് വെച്ചാൽ പാലകൻ, രക്ഷിതാവുന്നു. ഫവൈ പതിഫ്യാത് അകുതോ ഭയഫയം, ഒരിടത്തു നിന്നും ഭയം ഉണ്ടാവാതിരിക്കാൻ. പമന്തത പാതി ഭയാതുരം ജനം, ചുറ്റും ഭയാതുരായ ജനങ്ങളെ പാലിക്കുന്ന അങ്ങാണ്. സമന്തത, ചുറ്റും നിന്നും, ഭയാതുരം ജനം പാതി, ഭയാതുരനായ ജനത്തെ രക്ഷിക്കുന്നു അങ്ങ്. ഫയേകയേവേതരഥാമിഥോ ഭയം, ഫയേകയേവ, അങ്ങ് ഒരാൾ മാത്രമാണ്. മിഥു ഭയം, പരസ്പരമുള്ള ഭയത്തെ, നൈവ ആത്മലാഭാത് അധിമന്യതേ പരം, നൈവാത്മലാഭാത് അധിമന്യതേ പരം, നൈവ ആത്മലാഭാത് അധിമന്യതേ പരം. ന അധിമന്യതേ, വിചാരിക്കുന്നതേയില്ല. അന്യോന്യം ഭയം ഉള്ളതുകൊണ്ട് ആത്മലാഭത്തിനേക്കാൾ അന്യമായ ഒന്ന് വിചാരിക്കുന്നില്ല. നൈവ ആത്മലാഭാത് പരം, ആത്മലാഭാത് പരം നൈവ അധിമന്യത. ആത്മലാഭത്തിന്റെ അപ്പുറത്ത് മറ്റൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന അവർക്ക് പരസ്പരം ഭയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടിയാണ്, ഭർത്താവിന് ഭാര്യയെ പേടിയാണ്. പരസ്പരം ഭയക്കുന്നവരാണ്. പതിയാണെങ്കിൽ ഭയക്കണ്ടല്ലോ. അതേസമയത്ത് അങ്ങനെയാണ് പതിയായിട്ട് ലഭിക്കുന്നെങ്കിൽ ഭയം ഉണ്ടാവില്ല. ഈ മുമ്പത്തെ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കാം. ധൈര്യമില്ലാത്ത ജനത്തെ രക്ഷിക്കാൻ ഭയം ഉള്ളവർ എങ്ങനെ സമർത്ഥരാകും? ഭയമില്ലാത്ത ഒരാൾക്കല്ലേ മറ്റാളെ രക്ഷിക്കാൻ പറ്റൂ? ഭയന്നിരിക്കുന്ന ഒരാൾ ആരെയും രക്ഷിക്കാൻ പറ്റും? അത് സാധിക്കില്ല. അതുകൊണ്ട് ഭയമില്ലാത്തവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് അഭയം കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതാരേ ഉള്ളൂ? അങ്ങ് മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പ്രദ്യുമ്നെ സ്തുതിക്കാനുള്ളൂ. നോക്കൂ, ഭഗവത് അവതാരമായ പ്രദ്യുമ്ന സ്വരൂപത്തെ പ്രജാപതി സ്തുതിക്കുകയാണ് മന്ത്രം കൊണ്ട്. അതുകൊണ്ട് അങ്ങ് മാത്രമേ ഉള്ളൂ ഭയമില്ലാത്തവൻ ഈ ലോകത്ത്. അങ്ങുള്ളിൽ ഉറച്ചിരുന്നാൽ നിർഭീകനാണ്, മറ്റാരും ഉണ്ടാവില്ല. ആത്മാനന്ദത്തെ നൽകാൻ അങ്ങേക്കേ പറ്റുള്ളൂ, ബാക്കി ആർക്കും പറ്റില്ല.
ബാക്കി എല്ലാവർക്കും തൽക്കാലം ഒരു സുഖം തരാം, അത് അല്പം കഴിയുമ്പോൾ പോകും. അത് ഇന്ദ്രിയത്തിന് സുഖമാണ്, മനസ്സിന്റെ സുഖമാണ്, ശരീരത്തിന് സുഖമാണ്. അത്രയുമേ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാൻ, ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കവിഞ്ഞൊരു സുഖം കൊടുക്കാൻ പറ്റില്ല. ആത്മാനന്ദം നൽകാൻ അങ്ങേക്ക് മാത്രമേ പറ്റുള്ളൂ. അതിനേക്കാൾ വലിയ ഒരാഗ്രഹവും ഒരു മനുഷ്യനും ഉണ്ടാവില്ല. വിഷയസുഖങ്ങളെ ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ പോകുന്നവർ, അവർക്ക് ഒന്നിൽ നിന്നും മറ്റൊരു ഭയം ഉണ്ടാവുകയുള്ളൂ. ഏത് വിഷയസുഖത്തിൽ ചെന്ന് ചാടിയാലും അത് വേറൊരു ഭയത്തെ ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. അല്ലാതെ ഒന്നും ഈ ലോകത്ത് ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവർ കാമക്രോധാദികളായ വൃത്തിയോട് കൂടിയവരാകും. അവരെ മറ്റയാളെ ഉപദ്രവിപ്പിച്ചിട്ട് സ്വന്തം സുഖമെന്ന് ആഗ്രഹിക്കും. ഇതാണ് ഇപ്പം നടക്കുന്നത്. മറ്റൊരാളെ ഉപദ്രവിച്ചാൽ അതാണ് എനിക്ക് സുഖം എന്ന് വിചാരിക്കുക. അച്ഛനെ കൊന്നാൽ, അമ്മയെ കൊന്നാൽ, ഭാര്യയെ കൊന്നാൽ, മക്കളെ കൊന്നാൽ സുഖമാണെന്ന് വിചാരിച്ചാൽ അത് ചെയ്യുക. അത് സ്വന്തം നാശത്തിനാണെന്ന് വിചാരവും ഉണ്ടാവില്ല. കാമക്രോധാദികൾ വളർന്നു വളർന്നു വരുന്നത് ഭയം കൂടുന്നുകൊണ്ടാണ്. ഭയം കൂടുന്നത് രക്ഷയില്ലാത്ത കൊണ്ടാണ്. രക്ഷ ആരിലേ ഉള്ളൂ? അങ്ങയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പുരുഷൻ എങ്ങനെ പതിയാകും, ബാലകനാകും? ഒരിക്കലും ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് അസ്വതന്ത്രരാണ് എന്ന് പറയാൻ കാരണം. മനുസ്മൃതിയുടെ വാക്യത്തെ സുന്ദരമായി ആവിഷ്കരിച്ച് നമ്മുടെ മുമ്പിൽ എത്തിച്ചു ഭാഗവതകാരൻ. അവിടെയാണ് വ്യാസന്റെ വ്യാഖ്യാനത്തിലുള്ള ഒരു വലിയ കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പവൈ പതിഫ്യാതകുതോ ഭയസ്വയം സമന്തതപ്പാതി ഭയാതുരം ജനം ഫയേകേ വേദരഥാമിഥോ ഭയം നൈവാത്മലാഭാദധിമന്യതേ പരം. സ്വവൈ പതിഫ്യാതകുതോ ഭയസ്വയം സമന്തതപ്പാതി ഭയാതുരം ജനം ഫയേകേ വേദരഥാമിഥോ ഭയം നൈവാത്മലാഭാദധിമന്യതേ പരം. യാതസ്യതേ പാദഫലോരുഹാർഹണം നികാമയേൻ ഫാഖിലകാമലം പദാം തദേവ രാഫീപ്സിതമീപ്സിതോർച്ചിതോ യദ്ഭഗ്നയഞ്ഛാ ഭഗവൻ പ്രതപ്യതേ. യാതൊരുവളാണ് തസ്യത്തെ ആ അങ്ങയുടെ പാദഫരോരുഹ അർഹണം, പാദഫരോരുഹങ്ങളെ പൂജിക്കൽ, അർഹണം ചെയ്യുക, പൂജിക്കൽ, ആരാധിക്കൽ. നികാമയെ ഏറ്റവും ആഗ്രഹിക്കുന്നുവോ? കാമം, ആഗ്രഹം, നികാമം, നിശേഷമായ കാമം ഏറ്റവും ആഗ്രഹിക്കും. അവൾ അഖില കാമ ലംബട, അവൾ സകല കാമങ്ങളെയും പ്രാപിക്കുന്നു. ലംബടൻ അതിലേക്ക് ആസക്തനായി തീരുന്നവൻ, അത് പ്രാപിക്കുന്നവൻ എന്നർത്ഥം കിട്ടും. തസ്യതേ പാദഫരോരുഹ അർഹണം യാ നികാമയേത് സാ അഖില കാമലപട. ഒരു കാമവും ആഗ്രഹിക്കാതെ ഭഗവാനെ മാത്രം കാമിച്ചാൽ ഭൗതികമായ എല്ലാ കാമനകളും ഭഗവാൻ നമ്മൾക്ക് നേടിത്തരും. അതിനുവേണ്ടി ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നല്ല ഭർത്താവിനെ എത്തിച്ചു തരും, കൊണ്ടുതരുന്നല്ല, അതിനുള്ള വഴി കാണിച്ചു തരും. നല്ല ഭർത്താവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഭഗവാൻ അതിലൊരു കാര്യമില്ല. കിട്ടിയെന്ന് വരാം, കിട്ടിയില്ലെന്ന് വരാം. അതുകൊണ്ടാണ് പതി ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്, അങ്ങ് തന്നെയാണ്. നികാമയത്ഫ അഖില കാമലംബട തദേവ, അതുതന്നെ രാഫീഹി നൽകുന്നു, രാഫി നൽകുന്നു. തദേവ രാഫീഹി, അത് തന്നെ നൽകുന്നു.
ഈപ്സിതം ഈപ്സിതോ അർച്ചിത തദേവ ഈപ്സിതം രാഫി. ആ ആഗ്രഹം തന്നെ നൽകുന്നു. ഈപ്സിതോ അർച്ചിതോ, എന്താഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ അർച്ചിച്ചുവോ ആ ആഗ്രഹം സാധിച്ചു. ധനം ഉണ്ടാകണമെന്ന് കരുതിയാണ് അർച്ചിക്കുന്നെങ്കിൽ ധനം നേടിത്തരും. ഒരു പത്നിയെ കിട്ടണമെന്ന് ആഗ്രഹിച്ചാണെങ്കിൽ പത്നിയെ നേടിത്തരും. എനിക്ക് നാളെ ഒരു നല്ല ജോലി കിട്ടണം എന്നാണ് ആഗ്രഹിച്ചെങ്കിൽ ജോലി നേടിത്തരാം. ഇങ്ങനെ എന്തിനെ കാമിച്ചുകൊണ്ട് ഭഗവാനെ പൂജിക്കുന്നുവോ അർച്ചിക്കുന്നുവോ തദേവ ഈപ്സിതം രാഫി, ആ ഈപ്സിതത്തെ നൽകും. എങ്ങനെ? ഈപ്സിതോ അർച്ചിതോ, ഈപ്സിതനായി അർച്ചിക്കപ്പെട്ടാൽ ആ ഈപ്സിതം തരും. യത് ഭക്മയാഞ്ചാ ഭഗവൻ പ്രതപ്യതേ, ഹേ ഭഗവൻ, അത് ഭക്മയാഞ്ച, ആ യാഞ്ച, ആ യാചന, ആ പ്രാർത്ഥന ഭഗ്നമാണ്, നശിക്കുന്നതാണ്. അതുകൊണ്ട് പ്രതപ്യത, പിന്നെയും ദുഃഖിക്കും. കുറേ നാള് അമ്പലത്തിൽ പോയി കുളിച്ചു കൊടുത്ത് വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ച് ഹോമങ്ങളും പൂജകളും ഒക്കെ നടത്തി നല്ല സാമ്പത്തികമായ ചെലവൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ടൊക്കെ എന്താണ്, ഒന്നിൽ സമ്പത്തുണ്ടാകാൻ, ജോലി ഉണ്ടാകാൻ, മകൾക്ക് നല്ല വരനെ കിട്ടാൻ, നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയൊക്കെ ചെയ്താൽ ഒരു പക്ഷേ ഇതൊക്കെ സാധിച്ചു എന്ന് വരും. പക്ഷേ ഇത് സാധിച്ചാൽ ആ സാധിച്ച് കിട്ടുന്ന വസ്തു, ധനം അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ സന്താനം എന്നുമാവട്ടെ, ആ യാഞ്ച ഭഗ്നമാകും. അത് നശിക്കേണ്ടയാകും. ധനം ഉണ്ടായാൽ നശിക്കുക തന്നെ ചെയ്യും, എന്നും നിൽക്കില്ല. ഭാര്യയായാലും ഭർത്താവായാലും എന്തെങ്കിലും ഒരിക്കൽ വിട്ടുപിരിഞ്ഞു പോകേണ്ടവനാണ്. മക്കളായാലും അങ്ങനെ തന്നെ, ഏതായാലും അങ്ങനെ തന്നെ. അതെന്ത് ചെയ്യും? വീണ്ടും ദുഃഖിപ്പിക്കും. നോക്കൂ, സകാമഭജനത്തിനുള്ള ദോഷം ഇതാണ്. എന്തിനെ ആഗ്രഹിച്ചോ അങ്ങയെ ഭജിക്കുന്നു, അത് മാത്രമേ തരുകയുള്ളൂ, ചോദിക്കുന്നേ തരുകയുള്ളൂ. അത് പതുക്കെ കുറച്ചു നാൾ നശിക്കുകയും ചെയ്യും, കാലം കൊണ്ട് നശിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കപ്പെട്ട വസ്തു നശിച്ചാൽ ഏറ്റവും ദുഃഖമായി. പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ച് കഷ്ടപ്പെട്ടുണ്ടായ ഒരു പുത്രനാണ്, അവൻ നശിച്ചാലോ പിന്നെയും ദുഃഖമല്ലേ ഉണ്ടാകുക. അങ്ങനെ കിട്ടിയ ഒരു ഭാര്യയാണ്, അത് നശിച്ചാലോ അതിന് ദുഃഖമല്ലേ ഉണ്ടാകുക. അതുകൊണ്ട് ഈ സകാമഭജനം ശ്രേഷ്ഠമല്ല, അത് വീണ്ടും വീണ്ടും ദുഃഖത്തെ ഉണ്ടാക്കി തരികയുള്ളൂ. നിഷ്കാമഭജനമാണ് ശ്രേഷ്ഠം എന്ന് സ്ഥാപിക്കാൻ പുറപ്പെടുക. അതിനുവേണ്ടി സകാമഭക്തിയുടെ ഗുണദോഷങ്ങളെ ഒന്ന് വരച്ചെടുത്ത് കാണിച്ചിട്ട് ആര് എന്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണോ ഭഗവാനെ സേവിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആ ലക്ഷ്യം സാധിച്ചു കൊടുത്തേക്കാം. പക്ഷെ ആ സാധിച്ചു കിട്ടുന്ന ലക്ഷ്യം കുറച്ചു നാൾ കഴിയുമ്പോൾ നശിക്കാൻ ഇടയാകും. അത് നമുക്ക് കടുത്ത ദുഃഖത്തിന് കാരണമാകും. അതുകൊണ്ട് നിഷ്കാമഭജനമാണ് വേണ്ടത്. നിഷ്കാമമായി ഭജിച്ചാലും ഇതൊക്കെ കിട്ടാം. ഞാൻ നല്ല ഭർത്താവിനെ വേണം, മക്കളെ വേണം, ജോലി വേണം എന്നൊന്നും ഭഗവാനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യാം? വന്നു ചേരും. അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമൊന്നുമില്ല. അങ്ങനെ വന്നു ചേർന്നാൽ അത് നഷ്ടപ്പെടുന്നതുകൊണ്ട് സങ്കടമില്ല, ദുഃഖമില്ല. ദുഃഖം ഉണ്ടാകാം, പക്ഷെ ദീർഘകാലം നിൽക്കില്ല. ഇതാണ് സത്യം എന്ന് ഈ പ്രദ്യുമ്നെ സ്തുതിക്കുന്ന പ്രജാപതിയാണ് നമ്മളെ ബോധ്യപ്പെടുന്നത്. എവിടേക്കാണ് ഭാഗവതം ഈ ആശയങ്ങളെ തിരികെ വയ്ക്കുക? യാ തസ്യതേ പാദഫരൂരുഹർഹണം നികാമയത് അഖിലകാമലംബടാം തദേവരാഫീപ്സിതമീപ്സിതോർച്ചിതോ യദ്ഭക്നയഞ്ചാ ഭഗവൻ പ്രതപ്യതേ. യാ തസ്യതേ പാദഫരൂരുഹർഹണം നികാമയത് അഖിലകാമലംബടാം തദേവരാഫീപ്സിതമീപ്സിതോർച്ചിതോ യദ്ഭക്നയഞ്ചാ ഭഗവൻ പ്രതപ്യതേ. യാ തസ്യതേ പാദഫലൂരുഹർഹണം നികാമയൻ
സാഖിലകാമലംബടാം തദേവരാഭീപ്സിതമീപ്സിതോർച്ചിതോ യദ്ഭക്തയഞ്ചാ ഭഗവൻ പ്രതപ്യതേ. നമ്മുടെ സമയം എന്ത് ആയിരിക്കുകയാണ്. അടുത്ത ശ്ലോകത്തേക്ക് കിടന്നാൽ നമുക്ക് വീരിലാവുന്നതിലൂടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ആവാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ സാർ. നമസ്തേ.